സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുലെ, അക്കാര്യങ്ങളിലാണല്ലോ ഒരു വ്യക്തത വരേണ്ടത്. അതായത് എപ്പോഴായിരുന്നു ഈ കൊലപാതകം, ഏറെ നിർണായകമാണത്. മറ്റൊന്ന്, എങ്ങനെയായിരുന്നു ഈ കൊലപാതകം നടത്തിയത്? അതുമായി ബന്ധപ്പെട്ട് ഇവർ നൽകിയ മറുപടി എന്താണ്? കൃഷ്ണ, ഇതില് ഈ കൊലപാതകം നടന്നിരിക്കുന്നത് വ്യാഴാഴ്ച തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. എസ് പിയുടെ പ്രതികരണത്തിൽ അങ്ങനെ തന്നെ പറയുകയാണ്. കാരണം വ്യാഴാഴ്ച പുലർച്ചയോടുകൂടി ബിജു ജോസഫ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ ഈ 4 അംഗ സംഘം ഈ ബിജുവിനെ വാഹനത്തിൽ, കാറിൽ തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. ഈ കാറിൽ വെച്ച് തന്നെ കൊലപാതകം നടത്തി. മാത്രമല്ല, നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഈ ഈ മൃതദേഹം ഈ ഗോഡൌണിൽ എത്തിച്ചു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി കൊലപാതകം എങ്ങനെയാണ് നടന്നതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് നൽകിയിട്ടില്ല. കൊലപാതകത്തിന്റെ ശൈലി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്നുള്ളൊരു സൂചന മാത്രമാണ് ലഭിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എങ്ങനെ ഈ കൊലപാതകം നടന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ നമുക്ക് കഴിയില്ല. കൊലപാതകം ആ വാഹനത്തിൽ വെച്ച് തന്നെയാണ്. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ ഈ കൊലപാതകം നടന്നു. ആ സമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹം ഈ ഗോഡൌണിൽ എത്തിച്ച് മറവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 4 പ്രതികളും ഒരുമിച്ചാണ്. ഈ ജോമോൻ ഉൾപ്പെടെ 4 പ്രതികൾ. 1-ാം പ്രതി ജോമാനാണ്. ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്നിരുന്ന ബിജുവിന്റെ പാർട്ട്ണറായിട്ടുള്ള ജോമോനാണ് 1-ാം പ്രതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെ 4 പേർ പ്രതികളായിട്ടുള്ളതിൽ 3 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. രാഹുൽ, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണെന്നാണോ പോലീസ് പറയുന്നത്? ഇയാളെ തട്ടിക്കൊണ്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചതാണെന്നാണോ? തീർച്ചയായിട്ടും ഇതൊരു മുൻകൂട്ടി നിശ്ചയിച്ച കൊലപാതകം എന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അത്തരമൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാശ് ചോദിക്കുന്നതിന് വേണ്ടി ഗോഡൌണിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് അവിടെ വെച്ചേറ്റ മർദ്ദനത്തെ തുടർന്ന് മരിച്ചു എന്നടക്കമുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇത് പ്ലാൻ ചെയ്തുള്ള ഒരു മർഡറാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടും ഈ ജോമോൻ സ്ഥിരമായിട്ട് ഈ സമയങ്ങളിലൊക്കെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. പുലർച്ചെ 4 മണിക്ക് കഴിയുന്ന സമയത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ആ സമയം ഉൾപ്പെടെ കണ്ടെത്തി, അല്ലെങ്കിൽ ആ സമയം ഉൾപ്പെടെ പ്ലാൻ ചെയ്തുകൊണ്ട് ഈ കൃത്യമായിട്ട് ഈ സമയത്ത് അവിടെ എത്തുകയും ഈ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് അവിടെ എത്തുകയും അതിനുശേഷം ഇയാളെ വാഹനത്തിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം തട്ടിക്കൊണ്ടു പോവുകയും വാഹനത്തിൽ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു മർഡറാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പോലീസ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ആധാരം എന്ന് പോലീസ് സാമ്പത്തിക ഇടപാടാണെന്ന് പറയുന്നുണ്ടല്ലോ രാഹുൽ. എന്താണ് ഈ സാമ്പത്തിക ഇടപാടിലെ പ്രശ്നങ്ങൾ എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? ആർക്കാണ് പണം നൽകാനുള്ളത്? എത്ര പണം നൽകാനുണ്ട്? ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? അത്തരത്തിലൊരു സൂചന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവരം ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നതിൽ പ്രധാന പങ്ക് ഈ ബിജുവിനായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു അതിൽ താഴെയുള്ള പങ്ക് മാത്രമായിരുന്നു ഈ ജോമോൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കേറ്ററിംഗ് നടത്തുമ്പോൾ അതിന്റെ പണം ഉൾപ്പെടെ മേടിച്ചിരുന്നത് ബിജു ആയിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബിജുവിലേക്ക് എത്തിയപ്പോൾ അത് കൃത്യമായിട്ട് അതിന്റെ വിഹിതം ഈ ജോമോന് നൽകിയിരുന്നില്ല എന്നതാണ് ഈ സാമ്പത്തിക തർക്കത്തിന് കാരണം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള തർക്കത്തിന് കാരണമായി ആധാരമായി നാട്ടുകാരും അതുപോലെ തന്നെ ഇവരെ അറിയുന്ന അല്ലെങ്കിൽ ഇവരെ ചുറ്റിപ്പറ്റി കഴിഞ്ഞിരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല. പോലീസ് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസ് അക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അത് വിശദമായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഈ കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഈ ബിജു ജോസഫ് അദ്ദേഹം ഈ ചുങ്കം മേഖലയിൽ, അല്ലെങ്കിൽ ഈ തൊടുപുഴ മേഖലയിൽ JCB ഉൾപ്പെടെ ടിപ്പർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളുമായി ഈ ജോലികളൊക്കെ ചെയ്തു നടന്നിരുന്ന ഒരാളാണ്. അതിനിടയിലാണ് ഈ കേറ്ററിംഗ് സർവീസ് തുടങ്ങുന്നത് ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഒരു അറിവിൽ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം. ആ കേറ്ററിംഗ് സർവീസ് തുടങ്ങിയപ്പോൾ ജോമോനുമായിട്ട് അവർ പാർട്ട്ണർഷിപ്പിലേക്ക് ചേരുകയായിരുന്നു. അങ്ങനെ വന്ന ഒരു ബന്ധമാണ് പിന്നീട് വഷളാവുകയും പിന്നീട് വലിയ തർക്കങ്ങളിലേക്കും പോലീസ് കേസുകളിലേക്കും പല സ്റ്റേഷനുകളിലേക്കും, അതായത് പല സ്ഥലങ്ങളിൽ ഇവർ ഈ കേറ്ററിംഗ് വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ആ വർക്കുകളൊക്കെ നടത്തിയ സ്ഥലത്തിന്റെ അതായത് സ്ഥലം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇവർ ഈ പരാതികൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ആരാണ് പരാതി കൊടുത്തിട്ടുള്ളത്? ജോമോൻ ആയിരുന്നു സ്ഥിരം പരാതിക്കാരൻ, അതോ ബിജു ആയിരുന്നു?
ജോമോനായിരുന്നു സ്ഥിരം പരാതിക്കാരൻ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള തർക്കങ്ങൾക്കിടയിലും ജോമോൻ പോലീസിൽ നേരിട്ട് പരാതി കൊടുക്കുന്നു. മാത്രമല്ല ഈ ഒരു രമ്യതയിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ബിജുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പലതവണ ഇത് കോംപ്രമൈസിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെ കോംപ്രമൈസ് ആക്കി പല പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഈ കേസ് ഒത്തുതീർപ്പാക്കി പോകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു സൂചന നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ എന്തായാലും പോലീസ് ഇടുക്കി SP തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയത് എന്താണ് സംഭവം, ഇതിന് കേസുണ്ടായിരുന്നു, ഇവർ തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ SP തന്നെയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇവരുടെ കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള തർക്കം മാത്രമായിരുന്നു ഈ സാമ്പത്തിക തർക്കത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഈ കേറ്ററിംഗിന്റെ ബിസിനസ് ആയിരുന്നു ഇവരെ ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയുന്നതാണ്. അതിന് എത്ര രൂപ അങ്ങോട്ട് കൊടുക്കാനുണ്ട് ഇങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. അത് പിന്നീടായിരിക്കും മനസ്സിലാക്കാനും കഴിയുക. മറ്റേതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമോ ഇവർക്കിടയിൽ നിലനിന്നിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഈ കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ഇടപാടുകൾ മാത്രമായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് ഇപ്പോഴും ഒരു വിശ്വാസക്കുറവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും പോലീസ് അത്തരമൊരു വിശ്വാസത്തിലേക്ക് ഈ പ്രതികളെ കണ്ടിട്ടില്ല. ഇനി പൂർണ്ണമായിട്ടും ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തി ഈ മൃതദേഹം ഈ കൊലപാതകം എങ്ങനെയാണ് നടത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് മറവ് ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴായിരിക്കും കൂടുതൽ തലത്തിലേക്ക് ഈ കേസിന്റെ ഒരു അന്വേഷണം മാറുക. രാഹുൽ, ഈ ജോമോന്റെ പശ്ചാത്തലം എന്താണ്? ഇയാളെ കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായിട്ടൊക്കെ ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ഇയാൾ? ഇയാള് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ബന്ധം കൊട്ടേഷൻ സംഘവുമായി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇയാളും ഈ കേറ്ററിംഗ് സർവീസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കലന്താനി ചെത്തിമറ്റം മേഖലയുമായി ബന്ധപ്പെട്ട് ചുറ്റി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ ജോമോനും ഈ ബിജുവുമായിട്ട് ബന്ധപ്പെടുന്നത്, തമ്മിൽ ബിസിനസ് പങ്കാളികളാകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ജോമോന്റെ പശ്ചാത്തലം ആളുകൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇയാൾ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് വിശ്വസിക്കാനും ആളുകൾ അത്ര തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ കൂടിയും ഇയാള് വളരെ ക്രിമിനൽ ബുദ്ധിയോടുകൂടിയാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കൊട്ടേഷൻ സംഘത്തെ വിളിച്ച് വരുത്തി കൊട്ടേഷൻ സംഘാംഗങ്ങളെ ഉപയോഗിച്ച് സുഹൃത്തായിരുന്ന പങ്കാളിയായിരുന്ന ബിജുവിനെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ഈ ജോമോൻ അത്ര കണ്ട് ഒരു ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് പോലീസും കൃത്യമായി പറയുന്നുണ്ട്. എന്തായാലും ഈ കുറ്റം ഒക്കെ ഈ പ്രതികളെല്ലാവരും തന്നെ, കസ്റ്റഡിയിലുള്ള പ്രതികളെല്ലാവരും തന്നെ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.